Good evening. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പേജ് നമ്പർ 37. പേജ് 37 തൊട്ടാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. പേജ് 37ന്റെ ടോപ്പിക്കാണ് ഹാർട്ട് ബീറ്റ്, പൾസ്, ബ്ലഡ് പ്രഷർ. മൂന്ന് ടോപ്പിക്കാണ് ഹാർട്ട് ബീറ്റ്, പൾസ്, ബ്ലഡ് പ്രഷർ. ആദ്യം നമുക്ക് പഠിക്കാം എന്താണ് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. One systole and the subsequent diastole together constitute a heartbeat. It takes about 0.8 seconds. One systole എന്ന് പറയുന്നത് നമ്മളുടെ ഹാർട്ട് ബീറ്റ് ചുങ്ങുന്നു, അതായത് കൺട്രാക്റ്റ് ആകുക, ഇങ്ങനെ ആകുക, ഇത് സിസ്റ്റോളാണ്. ഇങ്ങനെ ആവുന്നത് ഡൈസ്റ്റോൾ. ഈ സിസ്റ്റോളും ഡൈസ്റ്റോളും ഒരുമിച്ച് നടക്കുക, അതായത് ഒരു സിസ്റ്റോൾ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡൈസ്റ്റോൾ നടക്കണതിനാണ് നമ്മൾ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ കൺട്രാക്റ്റ് ആകുക, ഡൈസ്റ്റോൾ എന്ന് പറഞ്ഞാൽ റിലാക്സ് ആകുക, പൂർണ്ണസ്ഥിതിയിൽ ഉന്നത സ്ഥിതിയിൽ അത് തിരിച്ചു വരിക, അതിനാണ് സിസ്റ്റോളും ഡൈസ്റ്റോളും എന്ന് പറയുന്നത്. സിസ്റ്റോൾ കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ ഡൈസ്റ്റോളും വരുന്നതിനാണ് നമ്മൾ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. നിങ്ങളോട് ആദ്യത്തെ ചോദ്യമായിരിക്കും എന്താണ് ഹാർട്ട് ബീറ്റ്. അപ്പോൾ എഴുതേണ്ടത് വൺ സിസ്റ്റോൾ ആൻഡ് ദ സബ്സിക്വൻറ്റ് ഡൈസ്റ്റോൾ, സബ്സിക്വൻറ്റ് അതിൻ്റെ പിന്നാലെ വരുന്ന ഡൈസ്റ്റോൾ ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് എ ഹാർട്ട് ബീറ്റ്, അതിന് ഒരുമിച്ചാണ് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ടേക്സ് അബൌട്ട് 0.8 സെക്കൻഡ്. ഒന്ന് കോൺട്രാക്റ്റ് ആയിട്ട് മറ്റേത് റിലാക്സ് ആകാൻ, പിന്നെ റിലാക്സ് ആയിട്ട് പിന്നെ കോൺട്രാക്റ്റ് ആവുന്നതിനാണ് 0.8 സെക്കൻഡ് എന്ന് പറയുന്നത്. അവിടെ വരെയാണ് നിങ്ങൾക്ക് എന്താണ് ഹാർട്ട് ബീറ്റ് എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് സിസ്റ്റോൾ എന്ന്. എന്താണ് സിസ്റ്റോൾ? കൺട്രാക്ഷൻ ഓഫ് ദ ചാമ്പേഴ്സ് ഓഫ് ദ ഹാർട്ട് ഈസ് ടേംഡ് ആസ് സിസ്റ്റോൾ. കൺട്രാക്ഷൻ അതായത് ഇങ്ങനെ ചുങ്ങുക, ഏട്രിയൽ ചുങ്ങുക, ഏട്രിയൽ ചുങ്ങിയതിന് ശേഷം പിന്നെ വെൻട്രിയലാണ് ചുങ്ങുക. അപ്പോൾ ഈ ഏട്രിയലും വെൻട്രിയലും ചുങ്ങണതാണ് സിസ്റ്റോൾ എന്ന് പറയുന്നത്. കൺട്രാക്ഷൻ ഓഫ് ദ ചാമ്പേഴ്സ് മീൻസ് അപ്പർ ചാമ്പറും ലോവർ ചാമ്പറും. കൺട്രാക്ഷൻ ഓഫ് ദ ചാമ്പേഴ്സ് ഓഫ് ദ ഹാർട്ട് ഈസ് ടേംഡ് ആസ് സിസ്റ്റോൾ, അതിനാണ് സിസ്റ്റോൾ എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദിസ് ഫേസ്, ഈ സമയത്ത് ബ്ലഡ് ഫ്ലോസ് ഫ്രം ദ ഏട്രിയൽ ടു ദ വെൻട്രിക്കൽ ആൻഡ് ഫ്രം ദ വെൻട്രിക്കൽ ടു ഔട്ട്സൈഡ്. അതായത് ഈ സിസ്റ്റോൾ സമയത്ത്, സിസ്റ്റോൾ എന്ന് പറയുന്നത് കൺട്രാക്റ്റ് ആകുക, ഇങ്ങനെ ചുങ്ങുമ്പോൾ ഇത് അപ്പറല്ലേ, ഈ അപ്പറിനെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഇത് അപ്പറാണ്, ഇതിങ്ങനെ ചുങ്ങുമ്പോൾ ആ ബ്ലഡ് എവിടേക്ക് പോകും? താഴേക്ക് പോകും. അപ്പോൾ ഏട്രിയൽ മുഖേന എവിടേക്ക് പോകും? വെൻട്രിക്കൽ വരിക്കും. വെൻട്രിക്കൽ മീൻസ് ലെഫ്റ്റ് വെൻട്രിക്കൽ. ലെഫ്റ്റ് വെൻട്രിക്കലിൽ നിന്ന് പിന്നെ അത് എവിടേക്ക് പോകുന്നു? അത് വെൻട്രിക്കൽ ചുങ്ങുമ്പോൾ അത് ഔട്ട്സൈഡിലേക്ക് പോകണം, അയോട്ടയിലേക്ക് പോകണം. റൈറ്റ് സൈഡിലും അതേമാതിരി റൈറ്റ് വെൻട്രിക്കലിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കലിലേക്ക് പോകണം, ലെഫ്റ്റ് വെൻട്രിക്കൽ മുഖേന പൾമണറി ആർട്ടറിക്ക് പോകണം. അപ്പോൾ ഇതിനാണ് നമ്മൾ സിസ്റ്റോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? എന്താണ് സിസ്റ്റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുതേണ്ടതാണ് കൺട്രാക്ഷൻ ഓഫ് ദ ചാമ്പേഴ്സ് അപ്പർ ആൻഡ് ലോവർ ചാമ്പേഴ്സ് ഓഫ് ദ ഹാർട്ട് ഈസ് ടേംഡ് ആസ് സിസ്റ്റോൾ. ഡ്യൂറിങ് ദിസ് ഫേസ്, ഈ സമയത്ത് ബ്ലഡ് ഫ്ലോ ഫ്രം ദ ഏട്രിയൽ ടു ദ വെൻട്രിക്, അതായത് ഏട്രിയൽ നിന്ന് ബ്ലഡ് വെൻട്രിക്കലിലേക്ക് ഇറങ്ങുന്നു, അപ്പർ ചാമ്പറിൽ നിന്ന് ലോവർ ചാമ്പറിലേക്ക് പോകുന്നു. ആൻഡ് ഫ്രം ദ വെൻട്രിക്കൽ ടു ഔട്ട്സൈഡ്, പിന്നെ വെൻട്രിക്കൽ മുഖേന അത് പുറത്തേക്ക് പോകുന്നു. ഇവിടം വരെ വേണം നിങ്ങൾക്ക് സിസ്റ്റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ. എന്താണ് സിസ്റ്റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടം വരെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരിക എന്താണ് ഡൈസ്റ്റോൾ. എന്താണ് ഡൈസ്റ്റോൾ? അപ്പോൾ എഴുതേണ്ടത് അലോങ് വിത്ത് ദ ഏട്രിയലിൻ്റെ ഒപ്പം തന്നെ ദ വെൻട്രിക്കൽ ഓൾസോ റിലാക്സ്. അതായത് കൺട്രാക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏത് ഫേസാണ് വരിക? റിലാക്സ് ഫേസ്. അത് ഒന്ന് ഇങ്ങനെയായി പിന്നെ ഒന്ന് ഇങ്ങനെ ആകുക, അതിനാണ് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ എന്ന് പറയാം. അപ്പോൾ ആ റിലാക്സേഷൻ സമയത്ത് ഏട്രിയൽ ആയാലും വെൻട്രിക്കൽ ആയാലും ആ റിലാക്സേഷൻ സമയത്ത് ഉണ്ടാവുന്ന ആ സ്ഥിതിനെയാണ് ഡൈസ്റ്റോൾ എന്ന് പറയുന്നത്. അലോങ് വിത്ത് ദ ഏട്രിയൽ ദ വെൻട്രിക്കൽ ഓൾസോ റിലാക്സ് ആകും. ദിസ് സ്റ്റേജ് ഓഫ് റിലാക്സേഷൻ ഈസ് ടേംഡ് ആസ് ഡൈസ്റ്റോൾ. ആ സ്റ്റേജിനെ, ആ റിലാക്സ് ആവുന്ന സമയത്തിനെ ഡൈസ്റ്റോൾ എന്ന് പറയും. ഇൻ ദിസ് ഫേസ് ചാമ്പേഴ്സ് ഓഫ് ദ ഹാർട്ട് ഗെറ്റ് ഫിൽഡ് വിത്ത് ബ്ലഡ്. ആ സമയത്ത് എന്താ ഉണ്ടാവുക? റിലാക്സേഷൻ മോഡിലായിരിക്കുമ്പോഴാണ് ഹാർട്ടിൻ്റെ ഉള്ളിൽ എന്താ വരിക? ബ്ലഡ് വരിക. മറ്റേത് കൺട്രാക്ഷൻ ആകുമ്പോൾ ചുങ്ങുമ്പോൾ എന്താ, നമ്മൾ ഏതെങ്കിലും ബലൂൺ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് പീച്ചുമ്പോൾ എന്തുണ്ടാവുക? അതിൽ നിന്ന് വെള്ളമോ അല്ലെങ്കിൽ ബലൂണിൽ നിന്ന് എയറോ പുറത്തേക്ക് ചാടും. അതേസമയം അത് മറ്റൊരു സ്ഥിതിക്ക് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ ചെയ്യുക? ഫില്ലാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിലാക്സേഷൻ സമയത്താണ് ബ്ലഡ് അവിടെ ഫില്ലാവുന്നത്. അതാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഇൻ ദിസ് ഫേസ് ചാമ്പേഴ്സ് ഓഫ് ദ ഹാർട്ട് ഗെറ്റ് ഫിൽഡ് വിത്ത് ബ്ലഡ്. അവിടം വരെയാണ് നിങ്ങളുടെ ഡൈസ്റ്റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. പേജ് നമ്പർ 37ലേക്ക് പോകാം. ഇവിടെ നിങ്ങളോട് ചോദിക്കുക പൾസിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. എന്താണ് പൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അപ്പോൾ ഇതിനകത്ത് ആദ്യം പറയുന്നത് ഹാർട്ട് ബീറ്റ്സ് അറ്റ് ആൻ ആവറേജ് റേറ്റ് ഓഫ് 72 ടൈംസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ ഹാർട്ട് ബീറ്റ് ഉണ്ടാവുന്നത് 72 ടൈംസ്. 72 ടൈംസ് ആണ് അത് കൺട്രാക്ഷനും റിലാക്സേഷനും. അപ്പോഴാണല്ലോ മിടിപ്പ് ഉണ്ടാകുക. അപ്പോൾ ദ ഹാർട്ട് ബീറ്റ്സ് അറ്റ് ആൻ ആവറേജ് റേറ്റ് ഓഫ് 72 ടൈംസ് പെർ മിനിറ്റ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഹാർട്ട് ബീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഈ ലൈനും കൂടി ജോയിൻ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് പൾസ്, എന്താണ് പൾസ്? The wave-like movement formed due to the contraction and relaxation of the heart is felt throughout the walls of the atrium. അതായത് ഏട്രിയലിൻ്റെ വാൾവ്, അതായത് അതൊരു ട്യൂബ് മുഖേനയാണല്ലോ ഈ ബ്ലഡ് പോണത്. അപ്പോൾ അതിൻ്റെ വാൾവിൽ വരുന്ന പ്രഷർ, അതായത് നമ്മൾ പീച്ചുമ്പോൾ ബ്ലഡ് നല്ല ഫോഴ്സിൽ പോകും, റിലാക്സ് ആകുമ്പോൾ കുറച്ച് ഫോഴ്സ് കുറയും. അപ്പോൾ ആ ഫോഴ്സ് വരുമ്പോൾ അതിൻ്റെ വാൾവിൽ ഉണ്ടാവുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്താ പറയുക, പൾസ് എന്ന് പറയുക. അപ്പോൾ the wave-like movement formed due to the contraction and relaxation of the heart is felt throughout the walls of the throughout the walls of the arteries എന്ന് പറഞ്ഞാൽ ആ നരമ്പിൽ മുഴുവനും ആ പ്രഷർ പോണത് ഫീൽ ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ പൾസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് പൾസ്. ഇതിനാണ് പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സ് കൂടുക കുറയുക അങ്ങനെ പൾസിൽ വേരിയേഷൻസ് വരും. റേറ്റ് ഓഫ് പൾസ് ഈസ് ഈക്വലൻ ടു ദാറ്റ് ഓഫ് ദ ഹാർട്ട് ബീറ്റ്. പൾസും ഹാർട്ട് ബീറ്റും ഒരേപോലെയാണ് അതിൻ്റെ മിടിപ്പ് നടക്കുക. ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന മാതിരി തന്നെ എന്തുണ്ടാവുക, അതിൻ്റെ റേറ്റ് ഓഫ് പൾസും അതേ രീതിയിൽ തന്നെ ആവും. അപ്പോൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് പൾസ് ഈസ് ഈക്വലൻ ടു ദാറ്റ് ഓഫ് ദ ഹാർട്ട് ബീറ്റ്, അവിടം വരെ നിങ്ങൾ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളോട് ചോദിക്കുക, ആഫ്റ്റർ ഡൂയിങ് എക്സസൈസ് ഫോർ എ ഫ്യൂ മിനിറ്റ് ചെക്ക് ദ പൾസ് റേറ്റ് അഗെയിൻ. കുറച്ച് നേരം എക്സസൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പൾസ് ചെക്ക് ചെയ്യുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പൾസ് ചെക്ക് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക, ഹാർട്ട് ബീറ്റ് അവിടെ എന്തുണ്ടാവുക, കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. ഹാർട്ട് ബീറ്റ് അവിടെ എന്തുണ്ടാവുക, കൂടും. കാരണം എന്തുകൊണ്ടാണ് പൾസ് കൂടും? കാരണം നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, ഓക്സിജൻ ലെവൽ കൂടണം. ഓക്സിജൻ ലെവൽ കൂടാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവുക, ബ്ലഡ് ഫ്ലോ കൂടും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പൾസ് എന്തുണ്ടാവുക, പൾസ് കൂടുതലായിരിക്കും ഉണ്ടാകുക. ഇനി apart from the wrist, what are the other part of the body where we can feel pulse? എവിടെയൊക്കെയാണ് നമുക്ക് പൾസ് കിട്ടുക? ഒന്ന് നമ്മുടെ ബ്രിസ്റ്റിൽ. ബ്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൈയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, പൾസ് കിട്ടും. പിന്നെ എവിടെ കിട്ടുക, ബോത്ത് സൈഡ് ഓഫ് ദ ഫോർഹെഡ്. ഫോർഹെഡിൻ്റെ ഈ രണ്ട് സൈഡിലും പിടിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, പൾസ് കിട്ടും. പിന്നെ എവിടെ കിട്ടുക, ബോട്ടം ഓഫ് ദ ലോവർ ജോ. ബോട്ടം ഓഫ് ദ ലോവർ ജോ എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ലോവർ ജോ. അപ്പോൾ ഈ രണ്ട് ഭാഗത്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, പൾസ് കിട്ടും. അപ്പോൾ നിങ്ങളോട് ചോദിക്കുക, വാട്ട് ആർ ദ പാർട്സ് ഓഫ് ദ ബോഡി വെയർ വി ക്യാൻ ഫീൽ പൾസ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വ്രിസ്റ്റ് എഴുതുക, ബോത്ത് സൈഡ്സ് ഓഫ് ദ ഫോർഹെഡ്, പിന്നെ ബോട്ടം ഓഫ് ദ ലോവർ ജോ. ആ ആൻസറാണ് അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് നമുക്ക് വരിക അബൌട്ട് 70 ml. ഇനി നിങ്ങളോട് ചോദിക്കുക, സിസ്റ്റോളിക് പ്രഷർ എന്താണ് സിസ്റ്റോളിക് പ്രഷറും എന്താണ് ഡയസ്റ്റോളിക് പ്രഷർ? അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ എഴുതേണ്ടത് അബൌട്ട് 70 ml ഓഫ് ബ്ലഡ് ഈസ് പംപ്ഡ് ഇൻ ടു ദ ആർട്ടറീസ് എവറി ടൈം ദ ഹാർട്ട് കൺട്രാക്ട്. ഹാർട്ട് കൺട്രാക്റ്റ് ആകുമ്പോൾ, ഹാർട്ട് ചുങ്ങുമ്പോൾ ഒരു 70 ml ബ്ലഡാണ് വരുന്നത്. അതായത് ഹാർട്ട് ചുങ്ങുമ്പോൾ, കൺട്രാക്റ്റ് ആകുമ്പോൾ 70 ml എവിടേക്ക് പോകും, താഴേക്ക് പോകും. The pressure exerted by this excess blood on the walls of the atrial arteries is systolic pressure. The pressure exerted by the excess blood on the walls of the arteries is systolic pressure. ഇങ്ങനെ ചുങ്ങുമ്പോൾ, അതായത് ഇങ്ങനെ കൺട്രാക്റ്റ് ആകുമ്പോൾ അവിടെ ഒരു പ്രഷർ ഉണ്ടാകും. ആ പ്രഷർ എവിടെ, ആർട്ടറീസിൻ്റെ വാളിൽ ആ പ്രഷർ ഫീൽ ചെയ്യും. അതിനാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ചുങ്ങുമ്പോൾ ഉണ്ടാവുന്ന ആർട്ടറീസിൽ ഉണ്ടാവുന്ന പ്രഷറിനെയാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ചുങ്ങുമ്പോൾ ബ്ലഡ് വരുന്നത് 70 ml ആണ് ബ്ലഡ് അവിടേക്ക് വരുന്നത്. ദിസ് ഈസ് 120 millimeter ഹൈ 120 mmHg, അതായത് മെർക്കുറി ലെവലിലാണ് അളക്കുന്നത്. അപ്പോൾ എങ്ങനെ വരിക, 120 millimeter Hg എന്ന് പറഞ്ഞാൽ ഹൈ ആണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 120 എന്ന് പറയുമ്പോൾ പ്രഷർ കൂടുതലാണ് ഉണ്ടാവുക. ഇങ്ങനെ പീച്ചുമ്പോൾ ഫോഴ്സിലല്ലേ വരിക, അതുകൊണ്ടാണ് അവിടെ 120 വരുന്നത്. അപ്പോൾ നോർമൽ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്, 120 mmHg.
millimeter high എന്ന് പറയുന്നത്. HG എന്ന് പറയുന്നത് high എന്നാണ് പറയാം. When the heart die, ഇനി ഇവിടം വരെയാണ് നിങ്ങളുടെ എന്തുകൊണ്ടാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് ചോദിച്ചാൽ. സിസ്റ്റോളിക് പ്രഷർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ about 70 ml of blood is pumped into the arteries every time the heart contract. The pressure exerted by this excess blood on the walls of the arteries is systolic pressure. This is 120 mmHg. അവിടെ വരെയാണ് നിങ്ങളുടെ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. കൺട്രാക്റ്റ് ആകുമ്പോൾ ഇങ്ങനെ ചുങ്ങുമ്പോൾ ആ ആർട്ടറീസിൽ ഉണ്ടാവുന്ന ഫോഴ്സിനാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ആ സിസ്റ്റോളിക് പ്രഷർ മിനിമം ഏറ്റവും നോർമൽ എന്ന് പറയുന്നത് 120 mmHg ആണ്. അവിടെ വരെ നിങ്ങൾ സിസ്റ്റോളിക് പ്രഷർ എഴുതുക. ഇനി നമ്മൾ പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷറാണ്. When the heart dilates എന്ന് വെച്ചാൽ പൂർണ്ണസ്ഥിതിയിലേക്ക് വരിക, റിലാക്സ് മോഡിലേക്ക് വരിക, അതാണ് ഡയലേറ്റ്സ് എന്ന് പറയുന്നത്. ഫുള്ളി ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് എൻറ്റേഴ്സ് ദ ഹേർട്ട്. സെയിം ക്വാണ്ടിറ്റി ഓഫ്, അതായത് 70 ml ബ്ലഡാണ് നമ്മൾ റിലാക്സ് പൊസിഷനിൽ വരുമ്പോൾ. ഇങ്ങനെ വരുമ്പോൾ അവിടെ 70 ml എന്തുണ്ടാവും, ബ്ലഡ് വരും. ചുങ്ങുമ്പോൾ 70 ml എന്തുണ്ടാവുക, ബ്ലഡ് താഴേക്ക് പോകും. അപ്പോൾ ആ സെയിം എമൗണ്ടാണ് ഉണ്ടാകുക. അപ്പോൾ 70 ml ബ്ലഡ് അതിലേക്ക് ഫില്ലാകും. Fully the same quantity of blood enters the heart. A low pressure felt in the arteries during this time is known as diastolic pressure. അപ്പോൾ അവിടുത്തെ പ്രഷർ എന്തുണ്ടാവുക, നമ്മൾ പീച്ചുമ്പോൾ അതെന്തുണ്ടാവുക, ഫോഴ്സ് കൂടും. അതേസമയം റിലാക്സ് മോഡിൽ സ്ലോലി ആയിരിക്കും ബ്ലഡ് വരിക. അപ്പോൾ അവിടുത്തെ പ്രഷർ എന്തുണ്ടാവുക, കുറവായിരിക്കും ഉണ്ടാകുക. ദിസ് ഈസ് 80 mmHg. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് 120 mmHg ആണ്. ഇപ്പോൾ ഡയസ്റ്റോളിക്കിൽ എത്തിയ പറഞ്ഞത് 80 mmHg. രണ്ടിൻ്റെ വ്യത്യാസം കണ്ടില്ലേ, ഫോഴ്സ് പ്രഷർ കൂടുമ്പോഴും പ്രഷർ കുറയുമ്പോഴും ഉണ്ടാവുന്നത്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ്, നോർമൽ പ്രഷറാണ് ഈ പ്രഷറിൻ്റെ പറഞ്ഞേക്കുന്നത്. ദ ബ്ലഡ് പ്രഷർ ഓഫ് ആൻ അവിടം വരെ നിങ്ങളുടെ ദിസ് ഈസ് 80 mmHg. അത് നിങ്ങളുടെ ഡയസ്റ്റോളിക് പ്രഷർ. എന്താണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടം വരെ നിങ്ങൾ എഴുതണം. ഇനി നെക്സ്റ്റ് വരുന്നത് ബ്ലഡ് പ്രഷർ. ദ ബ്ലഡ് പ്രഷർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് സ്റ്റേറ്റഡ് ഇൻ ടേംസ് ഓഫ് ദിസ് ടു പ്രഷർ. അതായത് ഈ രണ്ട് പ്രഷറും കൂടി വെച്ചിട്ട് ഡയസ്റ്റോളിക്കും സിസ്റ്റോളിക്കും കൂടിയിട്ടാണ് നമ്മളുടെ ബ്ലഡ് പ്രഷർ കണക്കാക്കുക. ഒരു വ്യക്തിയുടെ ബ്ലഡ് പ്രഷർ കണക്കാക്കുന്നത് ഡയസ്റ്റോളിക്കും സിസ്റ്റോളിക്കും കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് വരിക. ഒരു വ്യക്തിയുടെ പ്രഷർ അളക്കുന്നത് എങ്ങനെയാണ് പ്രഷർ നോക്കുന്നത്? സിഗ്മോ മാനോമീറ്റർ മുഖേനയാണ് നമ്മൾ പ്രഷർ നോക്കുക. നമ്മളിപ്പോൾ ലാബിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് അവർ പ്രഷർ നോക്കുക? സിഗ്മോ മാനോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഒരു വ്യക്തിയുടെ പ്രഷർ നോക്കുക. പക്ഷേ ഇപ്പോൾ പുതിയത് ഡിജിറ്റൽ പ്രഷർ വന്നിട്ടുണ്ട്. ഡിജിറ്റൽ പ്രഷർ നിങ്ങളുടെ ഇവിടെ ഫിഗർ 3.6 കാണിച്ചു തന്നിട്ടുണ്ട്. BP അപ്പാരറ്റസ് എന്ന് പറഞ്ഞത്, ഡിജിറ്റൽ BP അപ്പാരറ്റസ്. പക്ഷെ അത് എപ്പോഴും സെയിം, പക്ഷെ കറക്റ്റ് കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലർ പറയാറുണ്ട് കറക്റ്റ് കാണിക്കണില്ല എന്ന്. പക്ഷെ ഡിജിറ്റലായിട്ട് ഇപ്പോൾ പുതിയത് ഇറങ്ങിയതാണ് ഡിജിറ്റൽ BP അപ്പാരറ്റസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് പ്രഷർ ഒരു വ്യക്തിയുടെ നോക്കുന്നത്. അപ്പോൾ ഈ ഭാഗം നമ്മളുടെ ഇവിടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് വേരിയേഷൻ ഇൻ ബ്ലഡ് പ്രഷർ. അതായത് ബ്ലഡ് പ്രഷറിൽ ഉണ്ടാവുന്ന കയറ്റിയിറക്കം. ഒരു വ്യക്തിയുടെ ബ്ലഡ് പ്രഷർ നോർമൽ എന്ന് പറയുന്നത് 120 mmHg/80 mmHg അതാണ് വരിക. അതായത് 120/80 mmHg ആണ് നോർമൽ കണ്ടീഷൻ ഓഫ് പ്രഷർ ഒരു വ്യക്തിയുടെ എന്ന് പറയുന്നത്. ഡയസ്റ്റോളും സിസ്റ്റോളിക്കും കൂടി ഒരുമിച്ച് വരുമ്പോൾ അത്രയാണ് നമ്മുടെ നോർമൽ പ്രഷർ എന്ന് പറയുന്നത്. The rate of blood pressure is 120/80 mmHg. നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 mmHg എന്നാണ് പറയുന്നത്. ദ കണ്ടീഷൻ ഇൻ വിച്ച് ദ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് above the normal rate is a disease condition called hypertension. ഇനി നോർമൽ കണ്ടീഷൻ, അതായത് 120/80യെക്കാട്ടിലും ഒരു വ്യക്തിയുടെ ബ്ലഡ് പ്രഷർ കൂടുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുക ഹൈപ്പർ ടെൻഷൻ. അതൊരു രോഗമാണ്, അതിനെ നമ്മൾ പറയുക ഹൈപ്പർ ടെൻഷൻ എന്ന്. ഇത് ഉണ്ടാവാനും നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കുമ്പോഴും നമ്മുടെ ബ്ലഡ് പ്രഷർ എന്തുണ്ടാവുക, കൂടും. അല്ലാണ്ട് തന്നെ നമ്മളുടെ ഭക്ഷണ രീതി മുഖേനയും ഈ ഹൈപ്പർ ടെൻഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഹൈപ്പർ ടെൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ കണ്ടീഷൻ ഇൻ വിച്ച് ദ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് above the normal rate is a disease condition called hypertension. അതിനാണ് ഹൈപ്പർ. സാധാരണ ബ്ലഡ് പ്രഷറിനെക്കാട്ടിലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും. പിന്നെ നിങ്ങളോട് ചോദ്യം ചോദിക്കും, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? എന്ത് കാരണമാണ് ഈ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നത്?
അതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ദിസ് ഹാപ്പൻ ഡ്യൂ ടു മെനി റീസൺ. കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ടെൻഷൻ എടുക്കുമ്പോൾ വരും. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ അവിടെ കൂടും. രണ്ടാമത്തേത് അൺഹെൽത്തി ഹാബിറ്റ്, ശരിയായ രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളൊക്കെ തെറ്റുമ്പോൾ, സച്ച് ആസ് എക്സസ് യൂസ് ഓഫ് സോൾട്ട് ആൻഡ് ഫാറ്റ്, നമ്മൾ ഉപ്പും കൊഴുപ്പും കൂടുതൽ ഉപയോഗിക്കുമ്പോൾ. പിന്നെ സ്മോക്കിംഗ്, സിഗരറ്റ് വലിക്കുമ്പോൾ. ലാക്ക് ഓഫ് എക്സസൈസ്, ശരിയായ രീതിയിൽ നമ്മൾ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ, ആർ ഓഫൺ ലീഡ് ടു ഹൈ ബ്ലഡ് പ്രഷർ. ഇതൊക്കെ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഹൈപ്പോ ടെൻഷൻ. നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പഠിച്ചു. ഇനി നമ്മൾ ലോ ബ്ലഡ് പ്രഷറിനെയാണ് ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്നത്. ദ കണ്ടീഷൻ ഇൻ വിച്ച് ദ ബ്ലഡ് പ്രഷർ റേറ്റ് ഗോസ് ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഈസ് കോൾഡ് ഹൈപ്പോ ടെൻഷൻ. പറഞ്ഞിരിക്കുന്ന നോർമൽ സ്ഥിതിയെക്കാട്ടിലും ബ്ലഡ് പ്രഷർ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയാം ഹൈപ്പോ ടെൻഷൻ. ഇഫ് നോട്ട് റെഗുലേറ്റർ, ഹൈപ്പോടെൻഷൻ ആൻഡ് ഹൈപ്പർ ടെൻഷൻ മേ ലീഡ് ടു സ്ട്രോക്ക് ഓർ ഹാർട്ട് അറ്റാക്ക്. അതായത് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ, ഹൈപ്പർ ടെൻഷൻ ആയാലും ഹൈപ്പോ ടെൻഷൻ ആയാലും അതിനെ നമ്മൾ ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഒരു ഭാഗം തളർന്നു പോകും, അല്ലെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ദിവസം ഫ്രം ദ ബ്ലഡ് ടു ദ സെൽ എന്നുള്ള പാർട്ട് എടുക്കാം. ബൈ, ഹാവ് എ നൈസ് ഡേ.